ബി.ജെ.പി ആർക്ക് കൈകൊടുക്കുമോ, ആര് ബി ജെ പിയെ സപ്പോർട്ട് ചെയ്യുമോ അവരുടെ ഗതി പിന്നീട് കറിവേപ്പിലയുടെ ഗതിയാണ്. ആന്ധ്രയിൽ ഇപ്പോൾ ബി.ജെ.പി ചെയ്യുന്നത് ജഗൻ മോഹൻ റെഡ്ഡിയെ കൂടെ നിർത്താനുള്ള ശ്രമമാണ്. വൈ.എസ്.ആർ കോൺഗ്രസിലെ ജഗൻ മോഹൻ റെഡ്ഡി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തകർന്ന് തരിപ്പണമായ റെഡ്ഡിയെ കൂടെ നിർത്താനാണ് ബി.ജെ.പി ശ്രമിക്കുന്നത്. റെഡ്ഡിയെ കൂടെ നിർത്തുന്നത് ചന്ദ്രബാബു നായിഡുവിന് ഒരു മുന്നറിയിപ്പാണ്. ചന്ദ്രബാബു നായിഡു ഇപ്പോൾ ബി.ജെ.പിയെ കൈവിട്ട സ്ഥിതിയിലാണ് കാര്യങ്ങൾ നടത്തുന്നത്. ബി.ജെ.പിക്ക് ചന്ദ്രബാബു നായിഡുവിൻ്റെ പാർട്ടിയായ ടി.ഡി.പിക്ക് ബി.ജെ.പിയെയും ഇഷ്ടമില്ല. രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിൽ ആയിക്കഴിഞ്ഞു. വോട്ടുകൊള്ള അടക്കമുള്ള സെൻസിറ്റീവായ വിഷയങ്ങളിൽ ടി.ഡി.പി മോദി സർക്കാരിനെതിരായുള്ള ഒരു തീരുമാനമാണ് കൈക്കൊണ്ടത്. അവർ പലപ്പോഴും പരസ്യമായി പ്രതികരിച്ചില്ല എന്ന് മാത്രം. പക്ഷേ നായിഡുവിനെ ക്ഷുഭിതനാക്കിയിരിക്കുന്നത് മോദിയുടെ ഈ കളിയാണ്. തൻ്റെ ഒത്ത എതിരാളിയെ, തൻ്റെ ശക്തനായ എതിരാളിയെ മോദി കൂടെ കൂട്ടുന്നു. അത് നായിഡുവിന് സഹിക്കാനാവുന്നതിനും അപ്പുറത്താണ്. അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും ബി.ജെ.പിയെയും ജഗ്മോഹൻ റെഡ്ഡിയെയും തകർക്കാനാണ് നായിഡു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പവൻ കല്യാണിൻ്റെ ജനസേന എന്ന പാർട്ടി ഇപ്പോൾ ടി.ഡി.പിയുടെ സഖ്യകക്ഷിയാണ്. ജനസേനയോട് ടി.ഡി.പി നേതാവ് ചന്ദ്രബാബു നായിഡു പറഞ്ഞു കഴിഞ്ഞു, മോദി ഭക്തിയൊക്കെ അവസാനിപ്പിച്ച് ഭരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ. എന്തായാലും ആന്ധ്രാപ്രദേശിൽ വലിയൊരു അട്ടിമറിക്ക് തുടക്കം കുറിക്കുകയാണ് ബി.ജെ.പി. തകർന്ന് തരിപ്പണമായ ജഗ്മോഹൻ റെഡ്ഡിയുമായി ചർച്ച നടത്തിയിരിക്കുന്നു. ജഗ്മോഹൻ റെഡ്ഡി ബി.ജെ.പിക്ക് കൈ കൊടുത്തിരിക്കുന്നു. ജഗ്മോഹൻ റെഡ്ഡിയുമായി ചർച്ച നടക്കുമ്പോൾ സ്വാഭാവികമായും ടി.ഡി.പിയുമായുള്ള എതിർപ്പ് ഉണ്ടാകും എന്ന് മോദിക്ക് അറിയാം. പക്ഷേ ടി.ഡി.പി ഇപ്പോൾ പണ്ടത്തെ പോലെ കോൺഗ്രസിനെ പരിരക്ഷിക്കുന്നില്ല. പണ്ടത്തെ പോലെ കോൺഗ്രസിനെ സംരക്ഷിക്കാൻ അവർ തയ്യാറാകുന്നില്ല. അവർ അവരുടെ വഴിക്ക് പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. വോട്ട് കച്ചവടവും വോട്ടുകൊള്ളയും ഒക്കെ രാഹുൽ ഗാന്ധി ലോക്സഭയിൽ കൊണ്ടുവന്നപ്പോൾ ടി.ഡി.പിക്കാർ വലിയ പ്രതിഷേധമൊന്നും ഉണ്ടാക്കിയില്ല. അവർ അനങ്ങാപ്പാറ നയം സ്വീകരിച്ചു. മോദിയുടെ രക്ഷയ്ക്ക് ഒരു ടി.ഡി.പി എം.പിയും എത്തിയതുമില്ല. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ പോക്ക്. ഈ കാര്യങ്ങളുടെ പോക്ക് വല്ലാത്തൊരു പോക്കാണ്. കാരണം ജഗ്മോഹൻ റെഡ്ഡിയുമായി ബി.ജെ.പി അടുത്തത്, ജഗ്മോഹൻ റെഡ്ഡിയെ കൂടെ കൂട്ടാൻ ബി.ജെ.പി തീരുമാനിച്ചത് മരണസമാനമായ കളിയായി പോയി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ടി.ഡി.പിയുടെ ബലത്തിലാണ് ബി.ജെ.പി മന്ത്രിസഭ നിലനിൽക്കുന്നത്. ആന്ധ്രയിൽ ജഗ്മോഹൻ റെഡ്ഡിക്ക് വലിയ എം.പിമാരോ ഒന്നുമില്ല. പക്ഷേ ജഗ്മോഹൻ റെഡ്ഡിയുടെ വൈ.എസ്.ആർ കോൺഗ്രസുമായി സഖ്യം ചേർന്നുകൊണ്ട് ഭാവിയിൽ ആന്ധ്രാപ്രദേശ് പിടിച്ചെടുക്കാനുള്ള ശ്രമമാണ് ബി.ജെ.പി ഇപ്പോഴേ നടത്തുന്നത്. ഭാവിയിൽ ആന്ധ്രാപ്രദേശ് എങ്ങനെ പിടിച്ചെടുക്കാം, അതാണ് ബി.ജെ.പി നോക്കുന്നത്. അതിനു വേണ്ടിയാണ് ജഗ്മോഹൻ റെഡ്ഡിയുമായി അടുപ്പം പുലർത്തുന്നത് മോദി. ഇതാണ് നായിഡുവിനെ ക്ഷുഭിതനാക്കിയിരിക്കുന്നത്. തൻ്റെ കടുത്ത എതിരാളിയെ കൂടെ കൂട്ടിക്കൊണ്ട് തനിക്കെതിരെ ബി.ജെ.പി നീങ്ങുന്നത് രാഷ്ട്രീയ തന്ത്രജ്ഞനായ ചന്ദ്രബാബു നായിഡു അറിയുന്നു. അതുകൊണ്ട് തന്നെ നാളും സമയവുമൊക്കെ കുറിച്ച് വെച്ചിരിക്കുന്നു ചന്ദ്രബാബു നായിഡു. നാളും സമയവുമൊക്കെ കുറിച്ച് മന്ത്രിസഭയെ തള്ളിയിടാനാണ് നായിഡുവിൻ്റെ ശ്രമം എന്ന് വ്യക്തം. ഈ ശ്രമം തിരിച്ചറിഞ്ഞാണ് വൈ.എസ്.ആർ കോൺഗ്രസുമായി മോദി കൂട്ടുകൂടുന്നത് എന്നതും വ്യക്തം. ആന്ധ്രാപ്രദേശിൽ ഇനിയിപ്പോൾ അങ്ങോട്ട് രാഷ്ട്രീയ നാടകങ്ങൾ അരങ്ങ് തകർക്കും ആന്ധ്രാപ്രദേശിൽ.